മറ്റുള്ളവർക്കായി ദിവസവും ഒരു ചപ്പാത്തി ഉണ്ടാക്കി സ്വന്തം വീടിന് മുന്നിൽ തൂക്കിയിടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ ഒരു ശീലമായിരുന്നു. വിശന്നു വരുന്ന ആർക്കെങ്കിലും എടുത്ത് കഴിക്കാലോ, അതായിരുന്നു അവളുടെ ചിന്ത. എല്ലാ ദിവസവും ഒരു ദരിദ്രനായ വൃദ്ധൻ അവിടെ എത്തും, ആ ചപ്പാത്തി എടുത്ത് പോകും. പക്ഷേ ഒരു നന്ദി വാക്ക് പോലും പറയാതെ അയാൾ എപ്പോഴും ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത്: നിങ്ങൾ എന്തു ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാക്കുകൾ കേൾക്കുമ്പോഴെല്ലാം ആ സ്ത്രീക്ക് വല്ലാത്ത ദേഷ്യം വരുമായിരുന്നു. ഒരു നന്ദി പറയാൻ പോലും അറിയില്ല, എന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അവൾക്കൊരു അമർഷം ഉണ്ടായിരുന്നു. അവളുടെ അമർഷം ദിവസം തോറും കൂടി. ഒടുവിൽ ഒരു ദിവസം ആ വൃദ്ധന്റെ ശല്യം എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ ഒരു ചപ്പാത്തിയിൽ വിഷം ചേർത്തു. അത് വീടിന് മുന്നിൽ തൂക്കാൻ പോകുന്നതിനിടയിൽ പെട്ടെന്ന് അവളുടെ മനസ്സാക്ഷി അവളെ തടഞ്ഞു. ഇല്ല, എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ആ വിഷം ചേർത്ത ചപ്പാത്തി അവൾ ഉപേക്ഷിച്ചു. അതിന്റെ പകരം പുതിയൊരു നല്ല ചപ്പാത്തി ഉണ്ടാക്കി അവിടെ തൂക്കിയിട്ടു. കുറച്ച് സമയത്തിന് ശേഷം പതിവ് പോലെ ആ വൃദ്ധൻ വന്നു, ചപ്പാത്തി എടുത്തു. പോകുമ്പോൾ വീണ്ടും അതേ വാക്കുകൾ: നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അന്ന് വൈകുന്നേരം സ്ത്രീ തന്റെ മകനെ കാത്തിരിക്കുകയായിരുന്നു. സമയം കടന്നുപോയി, പക്ഷെ അവൻ എത്തുന്നില്ല. ഒടുവിൽ വസ്ത്രങ്ങളൊക്കെ കീറി ശരീരം മുഴുവൻ പരിക്കുകളുമായി അവൻ വീട്ടിലേക്കെത്തി. അമ്മ പരിഭ്രാന്തിയുടെ കാര്യം ചോദിച്ചു. മകൻ പറഞ്ഞു: അമ്മേ, വഴിയിൽ എനിക്കൊരു അപകടം പറ്റി. ഞാൻ വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വഴിയിൽ കണ്ട ഒരു വൃദ്ധൻ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ചപ്പാത്തി എനിക്ക് തന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ വീണുപോയേനെ. അത്രയ്ക്ക് ഞാൻ ക്ഷീണിതനായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് കഴിച്ചതിന്റെ ബാക്കി ചപ്പാത്തി അവൻ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു. ആ ചപ്പാത്തി കണ്ട നിമിഷം ആ സ്ത്രീയുടെ ശരീരം മുഴുവൻ തളർന്നു. കാരണം അത് അന്ന് രാവിലെ അവൾ ഉണ്ടാക്കിയ അതേ ചപ്പാത്തിയായിരുന്നു. ഒരു നിമിഷം അവൾ ചിന്തിച്ചു: രാവിലെ ഞാൻ ആ വിഷം ചേർത്ത ചപ്പാത്തി മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ അത് എൻ്റെ മകന്റെ വയറ്റിലായേനെ. അപ്പോഴാണ് ആ വൃദ്ധൻ ദിവസവും പറഞ്ഞിരുന്ന വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം അവൾക്ക് മനസ്സിലായത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു ദിവസം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ തിരികെ നമ്മളിലേക്ക് തന്നെ എത്തും. അത് നന്മയായാലും തിന്മയായാലും. അതുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കും. പക്ഷേ ഒരു കാര്യം മാത്രം ഓർക്കുക: നന്മ ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം നമ്മൾ വിതയ്ക്കുന്നതാണ് ഒരു നാൾ നമ്മൾ കൊയ്യുന്നത്.